pride. Celebrate hard work. India's pride, my pride. Be the change, be the future. With Jain deemed to be University Kochi. Maruti Suzuki. Valvoline, the original engine oil. Malabar Gold and Diamonds, the responsible jeweler. നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. വഴക്കില്ല, വീഴില്ല, കൂടെയുണ്ട് ക്യൂബിക്സ്. ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ ഇപ്പോൾ കേരളത്തിലും. M. Sigma Gokulam, building the nation by crafting best engineers in association with എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്, സുപ്രീം ടോട്ടൽ പൈപ്പിംഗ് സൊല്യൂഷൻ, ആജീവനാന്തം കൂടെ. കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്. സ്പെഷ്യൽ ഡ്യൂറോകോ ടെക്നോളജി കൊണ്ട് നിർമ്മിച്ച IM ഗാൽവനൈസ്ഡ് പൈപ്പ് ഉറപ്പോടെ നിൽക്കും ഇന്നും കൂടി. നമ്മൾ വീണ്ടും വോട്ടെണ്ണൽ വാർത്തകളിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നു. ACC ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്പസമയം മുൻപ് എത്തിച്ചേർന്നിരുന്നു. അവരുടെ വാർത്താ സമ്മേളനമാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. പോളുകളെയൊക്കെ തള്ളുന്ന രീതിയിലുള്ള വിജയം ഇന്ത്യ സഖ്യം നേടിയിരിക്കുന്നു. എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് എന്നത് അറിയേണ്ടതുണ്ട്. വാർത്താ സമ്മേളനത്തിലേക്ക് അല്പ സമയത്തിനകം എത്താം. ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള പുതിയ കണക്കുകൾ വരുന്നുണ്ട്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ 4,49,161. MV ബാലകൃഷ്ണൻ മാസ്റ്റർ LDF സ്ഥാനാർത്ഥി 3,58,355. ML അശ്വിനി NDAയുടെ സ്ഥാനാർത്ഥിയാണ്. 2,03,418 വോട്ട്. ഇങ്ങനെയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ ഏറ്റവും പുതിയ കണക്കുകൾ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം 90,806 വോട്ടിൻ്റെത് എന്നിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അത് കാസർഗോഡ് മണ്ഡലത്തിലെ കണക്കുകൾ. KC വേണുഗോപാലിന്റെ വിജയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴയിൽ അദ്ദേഹത്തിന് 62,650 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. നിലവിൽ ചില സർക്കാർ രൂപീകരണ നീക്കങ്ങൾ, ചർച്ചകളൊക്കെ കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട് മുന്നണികളുടെയും ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ മമതാ ബാനർജിയൊക്കെ ഇപ്പോൾ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യം മമതാ ബാനർജി ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നുണ്ട്. JDUവും അതേ ആവശ്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും യോഗ്യൻ, പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ നിതീഷ് കുമാറാണ്. നിലവിൽ നമുക്കറിയാവുന്നതുപോലെ നിതീഷ് കുമാർ NDAയ്ക്കൊപ്പമാണുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തെ വീണ്ടും തിരികെ കൂട്ടാൻ പറ്റുമോ എന്ന നീക്കങ്ങളിലേക്ക് ഒരുപക്ഷെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യ മുന്നണി നീക്കങ്ങൾ നടത്തിക്കൂടായികയില്ല എന്നൊക്കെയുള്ള അത്തരം കാര്യങ്ങൾ തള്ളിക്കളയാൻ കഴിയുകയില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഒപ്പം ചന്ദ്രബാബു നായിഡു TDPയെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുമോ എന്നത് ഇന്ത്യ മുന്നണിയും ഒപ്പം തന്നെ NDA അവർക്കൊപ്പം കൂടുതൽ ശക്തിയോടെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ അമിത്ഷായും നരേന്ദ്രമോദിയും ചന്ദ്രബാബു നായിഡുവുമായി സംസാരിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം BJPയെ സംബന്ധിച്ച് 282 എന്നതിലേക്ക് അവർക്ക് ഒറ്റയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. 243 സീറ്റുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് 290 എന്ന കണക്കിലേക്കാണ് NDA എത്തിയിട്ടുള്ളതെങ്കിൽ 235 എന്നതിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം. കൂടുതൽ കക്ഷികളെ ഒപ്പം ചേർത്തുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് നിലവിൽ ചുക്കാൻ പിടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മമതാ ബാനർജി എന്നുള്ളത്. ഇനി ബംഗാളിലെ കാര്യം കൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഉന്മേഷ്, ബംഗാളിൽ എക്സിറ്റ് പോളുകൾ തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രവചനം നടത്തിയിരുന്നു. പക്ഷേ ജനവിധി അതാകില്ല എന്ന് അപ്പോൾ തന്നെ മമതാ ബാനർജി യഥാർത്ഥ ജനവിധിയാക്കിലൂടെ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞു. മുൻ എക്സിറ്റ് പോളുകളെല്ലാം മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും തിരിച്ചടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പാളിപ്പോയി. ഇക്കുറിയും അത് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. BJPക്ക് ബംഗാളിൽ തിരിച്ചടി നേരിട്ടു എന്നുള്ളത്. അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലയിടത്തും അവർ പ്രവചിച്ചതുപോലെ കടക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ ഇപ്പോൾ വരുന്നുണ്ട് വാർത്താ സമ്മേളന വേദിയിലേക്ക്. രാഹുൽ ഗാന്ധി എത്തുകയാണ്. വാർത്താ സമ്മേളനം അല്പ സമയത്തിനകം ഉണ്ടാകും. മല്ലികാർജ്ജുൻ ഖർഗെയുണ്ട്, ജയറാം രമേശുണ്ട്. രാഹുൽ ഗാന്ധി കൂടി അവിടേക്ക് എത്തുന്നു. പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി കൂടിയുണ്ട് വാർത്താ സമ്മേളന വേദിയിൽ. വാർത്താ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിന് ശേഷം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 99 സീറ്റുകൾ എന്നത് ഇപ്പോൾ വന്ന കണക്കുകളാണ്. കഴിഞ്ഞ തവണ 52 എന്നതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെ AICC അധ്യക്ഷൻ, ഒപ്പം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ
ശ്രീറാം രമേശ് ഉണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വാർത്താ സമ്മേളനത്തിലേക്കാണ് ഇനി തത്സമയം. साथियों, आज के विशेष प्रेस वार्ता में आप सभी का स्वागत है। पहले कांग्रेस अध्यक्ष जी मल्लिकार्जुन खड़गे जी आपको संबोधित करेंगे। उसके बाद में हमारे पूर्व अध्यक्ष राहुल जी आपसे बातचीत करेंगे और हमारे बीच में कांग्रेस संसदीय दल के अध्यक्ष सोनिया गांधी जी भी मौजूद हैं। मैं उनका भी स्वागत करता हूं। कांग्रेस अध्यक्ष मल्लिकार्जुन खड़गे जी। मैडम सोनिया गांधी जी, राहुल गांधी जी, प्रियंका गांधी जी और इस मंच पे बैठे हुए हमारे पार्टी के सभी नेतागण, आज जो देश में चुनाव के रिजल्ट आए हैं, ये मैं तो पहले कहूंगा ये जो रिजल्ट है जनता की रिजल्ट है और ये जनता की जीत है और लोकतंत्र की जीत है। हम पहले से यही कह रहे थे कि ये लड़ाई हमारी मोदी वर्सेस जनता है, लोग हैं। तो 18वीं लोकसभा के चुनाव में हम विनम्रता से जनमत को स्वीकार करते हैं। इस बार जनता ने किसी एक दल को पूर्ण बहुमत नहीं दिया, खासकर सत्ताधारी दल भाजपा ने एक व्यक्ति एक चेहरे के नाम पर वोट मांगा। तब ये स्पष्ट हो गया है कि ये मैंडेट मोदी जी के खिलाफ गया है। ये उनकी राजनीतिक और नैतिक हार है। जो व्यक्ति बार बार अपने नाम से ही हर जगह वोट मांगते थे, उनकी ये बहुत बड़ी हार है और नैतिक दृष्टि से ये तो उनको बहुत बड़ा नुकसान हुआ है। आप जानते हैं कि कांग्रेस पार्टी और हमारे इंडिया गठबंधन से बहुत प्रतिकूल माहौल में चुनाव लड़ा। सरकारी मशीनरी ने कदम कदम पर अवरोध डाला, बैंक खाते सीज करने से लेकर तमाम नेताओं के खिलाफ अभियान चलाया। फिर भी शुरू से आखिर तक कांग्रेस पार्टी का कैंपेन सकारात्मक था, पॉजिटिव था। हमने महंगाई, बेरोजगारी, किसानों और मजदूरों की बदहाली और संविधान संस्थाओं का दुरुपयोग जैसे विषयों को केंद्रीय मुद्दा बनाकर हम जनता के सामने गए थे। इन मुद्दों पर बड़ी संख्या में लोग हमसे जुड़े, हमारा समर्थन किया। प्रधानमंत्री ने जिस तरह का कैंपेन किया वो इतिहास में लंबे समय तक याद रखा जाएगा। कांग्रेस के घोषणा पत्र के बारे में मोदी जी ने जो झूठ फैलाया, जनता ने उसे समझ लिया। मैं इस मौके पर कहना चाहूंगा कि श्री राहुल गांधी जी की दोनों यात्राएं, भारत जोड़ो यात्रा और भारत जोड़ो न्याय यात्रा के दौरान लाखों करोड़ों लोगों को मिलना, लोगों की समस्याओं को सुनना और आगे चलकर उन समस्याओं का हल ढूंढना हमारे कैंपेन का आधार बना। हमने इसी को 5 न्याय और 25 गारंटी का
नाम दिया और इसी के आधार पर हमने गारंटी कार्ड बनाया। हमारे कार्यकर्ता उसे लेकर घर घर पहुंचे और लोगों को संपर्क करे। इसके अलावा जो एक महत्वपूर्ण बात है वो भाजपा नेतृत्व की अहंकार की वजह से हुई। उन्होंने धीरे धीरे सारे संवैधानिक संस्थाओं के ऊपर गैर कानूनी तरीके से कब्जा करने की कोशिश की। फिर इनका उपयोग विरोधी दल के खिलाफ करने लगे। जो दब गया उसे दबा के अपने तरफ लिया, जो नहीं दबे उसकी पार्टी को तोड़ दिया, नहीं तो फिर जेल में डाल दिया। लोगों को ये विश्वास हो गया था कि मोदी जी को एक मौका और मिला तो अगला हमला संविधान पर सीधा होगा और लोकतंत्र पर होगा। इसीलिए लोगों को इसके प्रमाण नए संसद सत्र के साथ ही दिखेंगे। खुशी इस बात की है कि भाजपा इस षड्यंत्र में अब सफल नहीं हो पाएगी। मैं इस अवसर पर सीपीपी चेयरपर्सन श्रीमती सोनिया गांधी जी, हमारे लोकप्रिय नेता राहुल गांधी जी, प्रियंका गांधी जी का विशेष मैं धन्यवाद करना चाहता हूं। और इन्होंने दिन रात बराबरी से पूरे देश में कैंपेन किया और हमें एक मजबूत स्थिति में पहुंचाने के लिए भारी मदद इन्होंने की। और मैं ये कहूंगा कि इनके वजह से हमको बहुत बड़ा प्रोत्साहन देश में मिला और आज ये स्थिति जो बनी है उनके वजह से बनी। और हमारे करोड़ों कार्यकर्ता जो है देश में, उन्होंने भी हमारा साथ दिया। इसीलिए मैं बहुत बहुत उनको धन्यवाद देता हूं। आखिर मैं इंडिया गठबंधन के अपने सभी साथियों और शुभचिंतकों का धन्यवाद करता हूं। सभी एक साथ मिलकर एक स्वर में रहे, सभी ने मिलकर प्रचार किया और एक दूसरे की मदद की। हमारे हजारों लाखों कार्यकर्ताओं ने अच्छे तालमेल के साथ काम किया। आप सभी का धन्यवाद। अभी हमारी लड़ाई अंजाम तक नहीं पहुंची है। हम सबको आने वाले दिनों में इसी तरह लोगों के अधिकारों के लिए, संविधान की रक्षा के लिए, लोकतंत्र के बचाव के लिए, देश की तरक्की के लिए, सीमाओं पर सुरक्षा के लिए लड़ते रहना चाहेंगे। हमें सुनिश्चित करना होगा कि संसद सुचारू रूप से चले, विपक्ष के मुद्दों को प्राथमिकता मिले, संसद में उन पर बहस हो। आने वाले दिन महत्वपूर्ण होंगे। हम आपसे बात करेंगे जब कभी भी मौका मिले। आप सभी को मेरा धन्यवाद। और आपका साथ भी हमको रहा और हमने चुनाव में भी जहाँ हमको जितना हो सकता है वो साथ आपने दिया। इसलिए आप सभी को भी मैं धन्यवाद करता हूँ और सभी को नमस्कार। शुक्रिया खड़गे जी। मैं राहुल जी से गुजारिश करूंगा वो आपको संबोधित करें। नहीं, खड़गे जी आपने बड़ी सही बात बोली। जहां तक आप हमारी मदद कर सकते थे उसी लेवल तक मदद की। देखिए, ये चुनाव इंडिया गठबंधन और कांग्रेस पार्टी सिर्फ एक राजनीतिक दल के खिलाफ नहीं लड़ी थी। ये चुनाव हम बीजेपी, एक राजनीतिक दल, हिंदुस्तान के इंस्टीट्यूशंस, हिंदुस्तान का जो पूरा गवर्नेंस का स्ट्रक्चर है, इंटेलिजेंस एजेंसीज, सीबीआई,